കേന്ദ്ര ധനകാര്യമന്ത്രി പി ചിദംബരത്തിന്റെ സൗദി പര്യടനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണത്തിന്റെ പുതിയ നാഴികക്കല്ലായി മാറി. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് സൗദി നിക്ഷേപം വരാനുള്ള സാധ്യത ഏറി. കൊച്ചി പെട്രോ കെമിക്കൽ പ്രോജക്ട് അടക്കം നിരവധി പദ്ധതികൾ ചർച്ചാ വിഷയമായി. 2 ദിവസം നീണ്ടുനിന്ന മന്ത്രി ചിദംബരത്തിന്റെ സൗദി സന്ദർശനം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണം അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു. 10ാമത് ഇന്തോ സൗദി ജോയിന്റ് കമ്മീഷൻ മീറ്റിംഗിൽ പങ്കെടുത്ത അദ്ദേഹം പ്രധാന രാഷ്ട്രതലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. കിരീടാവകാശി സൽമാൻ രാജകുമാരനുമായി കൂടിക്കണ്ട ചിദംബരം അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. അബ്ദുള്ള രാജാവും ഡോക്ടർ മൻമോഹൻ സിംഗും ഡൽഹിയിലും റിയാദിലും ഒപ്പുവെച്ച നിരവധി കരാറുകളുടെ തുടർ ചർച്ചകളും നടന്നു. ഓയിൽ, ഗ്യാസ്, ഫാർമസ്യൂട്ടിക്കൽ, ടൂറിസം, സാംസ്കാരിക വിനിമയം, IT, കൃഷി തുടങ്ങിയ നിരവധി മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കാൻ തീരുമാനമായി. സൗദി വ്യവസായികൾ ഇന്ത്യയിൽ നിക്ഷേപിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മന്ത്രി സൗദി വ്യവസായികളെ ഓർമ്മിപ്പിച്ചു. ഡൽഹി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ, ഗുജറാത്തിലെ ഓപ്പൽ പെട്രോകെമിക്കൽ കോംപ്ലക്സ്, കൊച്ചി പെട്രോകെമിക്കൽ പദ്ധതി എന്നിവയാണ് പ്രധാനമായും ചർച്ചാ വിഷയമായത്. ഇന്ത്യയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ ശാഖ സൗദി അറേബ്യയിൽ ആരംഭിക്കുന്നതിനും ഇന്ത്യൻ മരുന്ന് കമ്പനികൾ സൗദിയിൽ ആരംഭിക്കാനുമുള്ള നിർദ്ദേശം ഇന്ത്യൻ സംഘം മുന്നോട്ട് വെച്ചു. ധനകാര്യമന്ത്രി പി ചിദംബരത്തിന്റെ സൗദി യാത്ര ഇന്തോ സൗദി ബന്ധത്തിൽ പുതിയ നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ്. നരേന്ദ്രൻ ചെറുകാട്, അമൃത ന്യൂസ്, റിയാദ്.